എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ബഹുമാന്യരായിട്ടുള്ള മാതാപിതാക്കളെ, ബഹുമാന്യരായിട്ടുള്ള സഖാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇത്തവണ ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏറെ അഭിമാനത്തോടെയും അതിലേറെ ആത്മവിശ്വാസത്തോടെയുമാണ്. എനിക്ക് ഈ നിലയിൽ നിങ്ങളുടെ മുന്നിൽ പിന്തുണ നൽകിയ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഊർജം പകരാനെത്തുന്ന നമ്മളുടെ കേരളത്തിൻ്റെ എക്കാലത്തെയും ജനപ്രിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അരൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നുണ്ട്. എന്നോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്കും സഖാക്കൾക്കുമൊക്കെ എല്ലാവർക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. അരൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ 5 വർഷമായിരുന്നു ഇത്. മണ്ഡലത്തിൽ ഉടനീളം നാടിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. ആശുപത്രികൾക്കും അംഗനവാടികൾക്കും സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ, പൊതു കളിസ്ഥലങ്ങൾ എന്നിവ നിർമ്മിച്ചു. കൂടാതെ ഇവയിൽ ചില നിർമ്മാണം പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് 5 വർഷമാണ് ഞാൻ ഇപ്പോൾ MLA ആയിട്ട് നിലനിൽക്കുന്നത്. ഈ 5 വർഷം കൊണ്ട് ഒരുപക്ഷെ പൂർത്തീകരിക്കപ്പെടാൻ നിൽക്കുന്ന കുറേയേറെ വർക്കുകൾ നമുക്കുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കണമെങ്കിലും ഇനി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തുടർച്ച നമുക്ക് വേണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ 5 വർഷക്കാലം നമുക്ക് നിർവഹിക്കപ്പെടുവാനായിട്ട് നമ്മൾ നിർവഹിച്ചതും ഇനിയും തുടർന്ന് നിർവഹിക്കുവാൻ കിടക്കുന്നതുമായ പ്രവർത്തനങ്ങളുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയേണ്ടതില്ല. എങ്കിലും ചിലത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എത്തത്തില്ല. എത്ര വന്നാലും ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അരൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ചുറ്റികരിവാൾ അടയാളം വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ UDFൻ്റെയും വർഗീയവാദികളുടെയും പ്രചരണങ്ങളെ, കള്ളത്തരങ്ങളെയും തകർത്ത് സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കാൻ, LDF വിജയം ഉറപ്പാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് ഞാൻ വീണ്ടും താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് വിജയിക്കണം. നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നിലകൊള്ളുന്നത് നമ്മൾ വികസന പ്രവർത്തനം